ജൂൺ 24 തിങ്കളാഴ്ച വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ ജന്മദിനം. ലൂക്ക 1 57 മുതൽ 66 വരെയും 80 വാക്യങ്ങൾ. 20-ാം നൂറ്റാണ്ടിലെ മഹാനായ കാൽവിനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാർത്ത് അതിരാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുകയും പിന്നെ ഗ്രൂൺവാൾഡിൻ്റെ ക്രൂസിഫിക്ഷൻ എന്ന പെയിൻറ്റിങ്ങിലേക്ക് നോക്കുകയും ചെയ്യുമായിരുന്നു. യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന പെയിൻറ്റിംഗ് ആണ്. മറിയവും മറ്റുള്ളവരും സമീപത്ത് നിൽക്കുന്നു. സ്നാപയോഹന്നാൻ തിരുവെഴുത്തുകൾ പിടിച്ച് ക്രിസ്തുവിൽ നിന്ന് അല്പം അകലെ നിൽക്കുന്നു. എന്നിട്ട് കുരിശിൽ കിടക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിന് മുമ്പ് കാൾ ബാർത്ത് ഈ പെയിൻറ്റിംഗ് നോക്കി ധ്യാനിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സ്നാപയോഹന്നാനെ നോക്കി. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അത് ദൈവശാസ്ത്രജ്ഞനോ അച്ഛനോ അധ്യാപകനോ അമ്മയോ ഡോക്ടറോ സ്റ്റോർ കീപ്പറോ ആരായാലും നമ്മുടെ ജോലി സ്നാപയോഹന്നാൻ്റെ വിരൽ ആകുക എന്നാണെന്ന് അദ്ദേഹം പറയുന്നു. നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കുരിശിൽ കിടക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിക്കുക എന്നതാണ്. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരേ ഒരു കാര്യവും അതുതന്നെ. ഇന്ന് കർത്താവിൽ നിന്നുള്ള തൻ്റെ വിളി കേട്ട് അതനുസരിച്ച് ജീവിച്ച് നമ്മുടെ ലോകത്ത് ഒരു അഗാധമായ മാറ്റം വരുത്തിയ കുഞ്ഞിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുകയാണ്. മഹാനായ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ എന്ന് സഭ വിശേഷിപ്പിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ജനനം നാം ഇന്ന് ആഘോഷിക്കുന്നു. കാരണം അദ്ദേഹം അഭിഷിക്തനായ യേശുവിൻ്റെ വരവ് അറിയിച്ചു. യോഹന്നാൻ്റെ ജനനസമയത്ത് ഈ കുട്ടിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് ജോണിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മനസ്സിലാക്കിയിരുന്നു. കാരണം അവരുടെ ഹൃദയത്തിൽ അവർ ഇങ്ങനെ ചിന്തിച്ചു, ഈ കുട്ടി ആരായിത്തീരും? തീർച്ചയായും കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ട്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ പദ്ധതിയിൽ ഒരു പുതിയ സൃഷ്ടിയിലേക്കും തൻ്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട ഒരു പുതിയ ലോകത്തിലേക്കും പ്രവേശിക്കുന്ന ഒരാൾക്ക് നേരായ പാത ഉണ്ടാകാൻ മരുഭൂമി നിലവിളിക്കുന്ന ശബ്ദമായി യോഹന്നാനെ കാണാം. സ്നാപയോഹന്നാനെ പോലെ നാം ഓരോരുത്തരും വിശ്വാസികളുടെ സമൂഹത്തിലേക്കുള്ള നമ്മുടെ കൂദാശയുടെ, പ്രത്യേകിച്ച് ജ്ഞാനസ്നാനത്തിലൂടെയും സൈര്യലേപനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനും മൂല്യങ്ങൾക്കും പ്രവാചക സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സ്നാപയോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അവൻ നമുക്ക് വേണ്ടി നൽകിയ മാതൃകയെ നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ്റെ അചഞ്ചലമായ വിശ്വാസം, അഗാധമായ വിനയം, കർത്താവിന് വഴിയൊരുക്കുവാനുള്ള ആത്മസമർപ്പണം. നമ്മെ ദൈവം രൂപപ്പെടുത്തിയെന്നും നമുക്ക് വേണ്ടി ഒരു ലക്ഷ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ലഭിച്ച വിളിയോട്, ദൈവവിളിയോട് പ്രതികരിക്കാം. സത്യം പ്രഘോഷിക്കാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് അവൻ്റെ വരവിന് വഴിയൊരുക്കാനും നമുക്ക് ധൈര്യം കാണിക്കാം. തൻ്റെ ദൈവിക വിളി അചഞ്ചലമായ ഭക്തിയോടെയും വിശ്വസ്തയുടെയും നിറവേറ്റിയ സ്നാപയോഹന്നാൻ്റെ മാതൃക നമ്മുടെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്ന
ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം വഹിക്കുന്നവരായി പ്രചോദിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.